നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു. നമ്മുടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു ഇനം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. അത് എപ്പോഴെങ്കിലും നശിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാലിന്റെ മുട്ടിന് വേദന വന്ന് സ്റ്റെപ്പ് കയറാൻ പറ്റാതെ വരുമ്പോഴാണ് കാലിനൊരു മുട്ടുണ്ടല്ലോ എന്നുള്ള വിവരം നമ്മൾ അറിയുന്നത്. തലവേദന വരുമ്പോഴാണ് നമ്മൾ തലയിൽ തടവുന്നതും തലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ മഹാത്ഭുതം, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബയോളജി ക്ലാസ്സിലൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതാണ്, അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് പഠിച്ചൊരു കാര്യമല്ല. അത് പരീക്ഷയ്ക്ക് പഠിച്ചു, പരീക്ഷയ്ക്ക് എഴുതി, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, നമ്മൾ അടുത്ത ലെവലിലേക്ക്. सर सर लेफ्ट आया. സോറി, നെറ്റ്വർക്കിന് എന്തോ കംപ്ലൈന്റ് സംഭവിച്ചതാണ്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു സാഹചര്യം. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള ഒരു പ്രത്യേകത നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചുരുങ്ങിയതൊരു മണിക്കൂർ നേരം, അതൊരു മിനിമമാണ്. അത്ര പോലും ആളുകൾക്ക് സമയം കിട്ടാത്തൊരു സാഹചര്യം. ഇരിക്കുന്നെങ്കിൽ തന്നെ ഇപ്പൊ ഈ ഒരു സൂം മീറ്റിംഗിൽ നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇത് സൂം ഓൺ ചെയ്തിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ശരിയായ രീതിയിൽ നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് നമ്മളത് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോ നമ്മളുടെ ഒരു പ്രത്യേകത അതാണല്ലോ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ 1 മണിക്കൂർ സമയം കേട്ട് കഴിഞ്ഞാൽ ഒരു 7 മിനിറ്റ് കൊണ്ട് അതിലപ്പുറത്തേക്ക് പറയാൻ നമുക്ക് കഴിയില്ല. അത് നമ്മുടെ ഒരു സ്വഭാവം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോരായ്മയാണ്, മനുഷ്യ സഹജമാണ്. ഇവിടെയാണ് നമ്മളിത് നോട്ട് ചെയ്യുന്നതും പിന്നീട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഉള്ള ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പം വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഡോക്ടർമാർ പോലും എത്ര ശതമാനം ഉണ്ടെന്നുള്ളത് നമുക്ക് സംശയമാണ്. നമ്മുടെ ഒരു ന്യൂട്രീഷനെ കുറിച്ചോ ന്യൂട്രാസ്യൂട്ടിക്കലിനെ കുറിച്ചോ, കഴിഞ്ഞ ദിവസം ഞാനൊരു MBBS ഡോക്ടർ, ചെറുപ്പക്കാരനാണ്, 40-45 വയസ്സായിട്ടുള്ളൂ. അദ്ദേഹം ഞങ്ങൾ ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അപ്പൊ ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കോട്ടയ്ക്കലുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഏത് ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ MBBS ആണെന്ന് പറഞ്ഞു. സംസാരിച്ച് ഞാൻ ചോദിച്ചു ന്യൂട്രാസ്യൂട്ടിക്കലിനെ കുറിച്ച് എന്താ അഭിപ്രായം. അതിപ്പോ അഭിപ്രായമൊന്നുമില്ല, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അതിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നതല്ലാതെ. അപ്പൊ ഞാൻ ഈ ഒമേഗയെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ ഒമേഗ 3 കഴിക്കുന്നുണ്ട്. ഞാൻ വാങ്ങുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഏറ്റവും വില കൂടിയ ഒമേഗ 3 ആണ് വാങ്ങുക, കാരണം അതിലേ ഗുണമുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഞാൻ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ഒമേഗ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ D3യും വൈറ്റമിൻ ഇയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കുമോ, അത് കിട്ടുകയാണെങ്കിൽ നല്ല സൂപ്പറാണ് ഒക്കെ അറിഞ്ഞു. ഈ ഒരു അറിവ് ഞാൻ ഒരു ഡോക്ടറോടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് എന്താ പറയാ, ഒരു തരം ലജ്ജ തോന്നുകയാണ്. ഈ ഡോക്ടറുടെ അടുത്തേക്കാണല്ലോ നമ്മുടെ ശരീരം കൊണ്ട് പോയിട്ട് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് വല്ല അറിവുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡോക്ടർമാർ ഇങ്ങനെ കുഴഞ്ഞു വീണ് പോകാൻ പാടില്ലല്ലോ. അപ്പോ അതുപോലും ചിന്തിക്കാനുള്ള ഒരു സമയമില്ല. പരമാവധി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ആരോഗ്യത്തെയാണ് ഇവിടെ പണയപ്പെടുത്തുന്നത്. നമ്മളുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരോഗ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. പിന്നീട് നമ്മൾ വീടിന് വിറ്റും പണയപ്പെടുത്തിയിട്ടും നമ്മൾ ചികിത്സിക്കേണ്ടി വരികയാണ്. ഇന്നിപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ മലപ്പുറത്തിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെ സഹായിക്കാൻ വളരെയധികം തൽപരരായിട്ടുള്ള ഒരു ജനവിഭാഗമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. എൻ്റെയൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു മിനിമം ഒന്നെങ്കിലും ഒരു ചികിത്സാ സഹായ ഫണ്ട് പിരിക്കാനുണ്ടാവും. ഇപ്പോ ഒരു സഹായ ഫണ്ട് പിരിച്ചുകൊണ്ടിരിക്കുക 25 ലക്ഷം രൂപയുടെ. കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് വേണ്ടി 3 കോടി രൂപയാണ് ചികിത്സാ സഹായം പിരിച്ചത്. എപ്പോ നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു വണ്ടിയും പിടിച്ചിട്ട് അവിടെ പാട്ടും പാടി ഏതെങ്കിലും ഒരു ചികിത്സാ സഹായം, ഒരു വൃക്ക മാറ്റിവെക്കലോ അല്ലെങ്കിൽ ലിവർ മാറ്റിവെക്കലോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. ഇതാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ശരിക്കും നമ്മളുടെ ഈ ഒമേഗയുടെ ബാലൻസ് ടെസ്റ്റും നമ്മുടെ ബാലൻസ് ഓയിലും എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പറയും പലപ്പോഴും നമ്മളൊക്കെ
ഒരു ആരോഗ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റൊക്കെ നിർത്തിവെച്ചിട്ട് ഇത് എല്ലാവർക്കും കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സബ്സിഡിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുമായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലാതെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യ രംഗം പോവുകയാണ്. ശരിക്ക് ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനാരോഗ്യമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ. വെറും രോഗവും ചികിത്സയും മാത്രമായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ എന്തിനും നമ്മുടെ ശരീരത്തെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു സമ്പത്തിനെ ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളുടെ പിന്നെ 2 ഡയാലിസിസ് യന്ത്രം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ നശിപ്പിച്ചിട്ട് പിന്നെ മറ്റൊരു ഡയാലിസിസ് യന്ത്രത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കേണ്ട കാര്യം എന്താണ്? എന്തിനു നമ്മുടെ ഹാർട്ടിനെ നമ്മൾ നശിപ്പിക്കണം? എന്തിനു നമ്മുടെ ഓരോ ഓർഗനസിനെ നമ്മൾ നശിപ്പിക്കണം? അപ്പം ഇതിനെല്ലാം അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെല്ലാണെന്ന് അറിയാത്ത ഓരോ മനുഷ്യനും ഇല്ല. പക്ഷെ അത് ചിന്തിക്കുകയോ ആ സെല്ലിനെ എങ്ങനെയെങ്കിലും ഡാമേജ് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാനോ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കഴിക്കുന്ന മരുന്നും ഒക്കെ നമ്മുടെ സെല്ലുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ സെല്ലുകളെ ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ ഞാൻ എന്ത് ചെയ്യണം? എന്റെ സെൽസിന് ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ആരോഗ്യമാണ് നശിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന 1% പോലും ആളുകൾ ഈ സമൂഹത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ സിൻസിനോയുടെയും നമ്മുടെ ഈ ബാലൻസ് ടെസ്റ്റിന്റെയും നമ്മുടെ ഈ ബാലൻസ് ഓയിലിന്റെയും അതുപോലെ തന്നെ ഗട്ടിന്റെ കാര്യം പറയണ്ട. ഇന്ന് ഗട്ട് പ്രോബ്ലം ഇല്ലാത്ത ആളുകളെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. 90%, 90%+ ആളുകൾക്കും ഗട്ട് പ്രോബ്ലം ഉള്ള ആളുകളാണ്. അപ്പോൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടാവും, എന്തെങ്കിലും ആയുർവേദ കഷായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കഴിച്ച് അല്ലെങ്കിൽ ആസിഡ് പോലുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിച്ച് അങ്ങനെ പോവുകയാണ് മനുഷ്യൻ. അപ്പൊ ഇതൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ മറ്റു പല അസുഖങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ടാവും. നമ്മുടെ ഗട്ടാണല്ലോ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ. ഇതുപോലും ചിന്തിക്കാത്ത സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു പ്രയാസമുള്ള ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ. എന്തായാലും അതിനൊരു മാറ്റം ഒരാളെയെങ്കിലും നമുക്ക് ഇത് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും നമ്മൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ അധികമായിട്ട് സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷാജി സാറിന്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡോക്ടർ കമറുദ്ദീൻ സാർ ഉണ്ട്. ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ വാക്കുകളാണ് നമുക്കിന്ന് ഇവിടെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വേദി ഒഴിയാണ് പിന്നെ വെൽനസിനെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി സിൻസിനോയും വെൽനസും നമ്മുടെ ബാലൻസ് ടെസ്റ്റും വെൽനസും നമ്മുടെ ബാലൻസ് ഓയിലും വെൽനസും നമ്മുടെ ഗട്ട് ടെസ്റ്റും ഗട്ട് പ്രോഡക്റ്റും വെൽനസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ലീഡർ ഷാജി സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സാർ. താങ്ക് യു മണിരഥൻ സാർ. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്തായാലും നല്ലൊരു ക്ലാസ് തന്നെയായി. വിലയേറിയ ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ വസ്തുതകളാണ് സാറ് ഷെയർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഹെൽത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊരു എക്സ്പെൻസ് ആവുന്നത് നമ്മൾ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ്. ഇന്നിപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് മൊത്തത്തിലൊരു എക്സ്പെൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഹെൽത്ത് എക്സ്പെൻസ് ആവുന്നത് ഹെൽത്ത് നഷ്ടപ്പെടുമ്പോഴാണ്. എന്തായാലും ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഇപ്പൊ ഇവിടെ ഇന്നിപ്പോ എത്തിയിരിക്കുന്ന ആളുകളില് എത്ര ആളുകളുടെ വീട്ടില് ആരെങ്കിലും ഒരു ഹൃദ്രോഗമുള്ള ആൾക്കാരുണ്ട്? വീട്ടിൽ ആർക്കെങ്കിലും, അച്ഛനോ അമ്മയോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ മക്കളോ സഹോദരങ്ങളോ അങ്ങനെ ആരെങ്കിലും, അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും? യെസ്, സൺ. ഇതൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ട്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട് വീട്ടില്? സ്വന്തം വീട്ടില് സ്വയം നമുക്കോ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ? ആരുമില്ലേ? യെസ്. ഇത്തരത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ രോഗങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും ഒക്കെ ഇത്തരം അസുഖങ്ങളുണ്ട്. അടുത്ത കാലത്ത് നമുക്കൊരു ഹോസ്പിറ്റൽ ചെലവ്
നമുക്കൊരു രോഗം വന്ന് ചികിത്സിക്കേണ്ടി നല്ലൊരു പൈസ ചെലവാക്കിയ ആൾക്കാർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ജസ്റ്റ് സേ ഐ. എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വന്ന് നമ്മളൊരു ആശുപത്രി പൈസ ഞാനുണ്ട് ചെലവ് ഒരാളുണ്ട് സാറേ. ഉണ്ട്. ഞാനുണ്ട് ആ ഞാനുണ്ട്. ആ ഓക്കെ 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 മൈ ബ്രദർ. സി, ഞാനിത് ചോദിച്ചതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കുറച്ച് പേരെ ഉള്ളെങ്കിലും നമ്മള് നമ്മുടെ സംസ്ഥാനത്തിന്റെ മലയാളികളുടെ ഒരു നേർചിത്രം എന്ന് പറയാലോ, ഒരു 10-50 പേര് നമ്മൾ ഇവിടെ ഉണ്ട്. ഇത് യഥാർത്ഥത്തില് ഇത് കേരളത്തിന്റെ ഒരു ദൈനംദിന ചിത്രമാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ, നമ്മുടെ മലയാളികളുടെ ഒരു 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 സ്വഭാവം അതായി പോലെയായിട്ട് ഇന്ന് let me tell you what the data says about this. ഇതിന്റെ ഒരു ഡാറ്റ ഉണ്ട് ഇപ്പോ, കേരള ആരോഗ്യത്തിന്റെ വസ്തുതകൾ വെച്ചുകൊണ്ട് ഒരു ഡാറ്റ. ഇത് ആഫ്രിക്കയെ കുറിച്ചോ അമേരിക്കയെ കുറിച്ചോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ചുള്ള ഒരു ഡാറ്റയാണ്. ഈ ഡാറ്റ പറയുന്നത് ഹൃദ്രോഗം, കൊറോണറി ആർട്ടറി ഡിസീസ് മൂലം മരിക്കപ്പെടുന്ന പുരുഷന്മാര് 1,00,000 ആളുകളിൽ 382 പേർ മരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ചില രാജ്യങ്ങൾ, ഇപ്പൊ ജപ്പാനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 6 മടങ്ങ് കൂടുതലാണ്. ഇതിൽ 50%-ലധികം ആളുകളും 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാരുമാണ്. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇനി ഡയബറ്റീസ് പ്രിവലൻസ് നോക്കിക്കഴിഞ്ഞാൽ 20% ആൾക്കാർക്കും ഡയബറ്റീസ് ഉണ്ട്. എന്നുവെച്ചാൽ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ 50 പേര് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ 50 പേരിൽ 10 പേരെങ്കിലും ഡയബറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പോലും ഹൈപ്പർ ടെൻഷൻ മൂലം ചികിത്സ തേടുന്ന ആൾക്കാർ 42% എന്നതാണ് കണക്ക്. 4-ൽ 3 മലയാളി ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരാണ്. 72% കൊളസ്ട്രോളിന്റെ റേറ്റ്. ഓക്കെ, ഹൃദ്രോഗം വന്ന് നമുക്കൊരു ഇക്കണോമിക് ബേർഡൻ വരുന്നത്, അതായത് 20% GDP, സ്റ്റേറ്റിന്റെ GDPയുടെ 20%. അതായത് 5 രൂപ ഒരാൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ 1 രൂപ ഈ രോഗം ചികിത്സിക്കാൻ വേണ്ടി ചെലവാക്കുകയാണ്. പെർ ഇയർ ഒരാള് ഒരു വർഷം ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് സ്പെൻഡിങ്, ഈ രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു വർഷം ഒരാള് 7,889 രൂപയാണ് പ്രതി വർഷം ഒരാളുടെ ചെലവ്, പെർ ക്യാപിറ്റ എക്സ്പെൻസ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെലവാണ്. അത് മാത്രമല്ല, ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നത് കടമെടുത്ത്, സ്വർണം വിറ്റ്, പണയം വെച്ച്, വസ്തു വിറ്റ്, അതായത് 80% ആൾക്കാരും ദേ റിക്വയർ ഡിസ്ട്രസ് ഫിനാൻസിങ്. ലോണിലാണ് അല്ലെങ്കിൽ സ്ഥലം വിറ്റ് ഒക്കെയാണ് ചികിത്സിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50% ഏത് കാറ്റഗറി ഹൃദ്രോഗം എടുത്താലും മരിക്കപ്പെടുന്നത് 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ ആണ്. 50% ആൾക്കാർ. ആൻഡ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരള ടോപ്സ് ലിറ്ററസി റാങ്കിങ്സ്. ലിറ്ററസിയിലൊക്കെ നമ്മൾ വളരെ ഉയർന്ന ആൾക്കാരാണ്. ഹെൽത്ത് അവയർനെസ് സർവേയിലൊക്കെ നമ്മൾ വളരെ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് കേരള ആൾസോ ടോപ്സ് ദ ലിസ്റ്റ് ഫോർ ഹാർട്ട് ഡിസീസ്, ഡെത്ത് റേറ്റ്സ്, diabetes prevalence, and out of pocket medical spending. So we are the most medically aware and the most chronically ill. ഏറ്റവും അവെയർ ആയിട്ടുള്ള ആൾക്കാരുമാണ്, ഏറ്റവും ഇല്ലായിട്ടുള്ള ആൾക്കാരുമാണ്. സോ ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? നമ്മൾ പറയും ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. രോഗിയായതിനു ശേഷമാണ് നമ്മൾ ഇത് അറിയുന്നത്. സോ ദാറ്റ് ഇസ് ദ പാരഡോക്സ് ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ടുഡേ. ഇന്ന് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും, നമുക്കറിയാം പലപ്പോഴും ഒരു കുഴപ്പമില്ല, രോഗങ്ങളൊന്നുമില്ല,
സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ അസുഖം വരുന്നതും നമ്മൾ ഇതിനെക്കുറിച്ച് എന്താ പറയാ മനസ്സിലാക്കുന്നതും ചികിത്സകൾ തേടുന്നതും. പലപ്പോഴും ഇതാണ് നമ്മുടെ പ്രശ്നം. ലെറ്റ് മീ ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അറിയുക? ഡാറ്റ വളരെയധികം നമുക്ക് ഡിസപ്പോയിന്റിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പേടിപ്പെടുത്തുന്നതാണ് റിയാലിറ്റി. നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് പലപ്പോഴും നമ്മൾ സിംറ്റംസിനെ ആശ്രയിച്ചാണ് നമ്മൾ അറിയുക. നമുക്കൊരു സിംറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കും. സിംറ്റം എന്ന് പറയുന്നത് ഒരു പക്ഷേ രോഗത്തിന്റെ ഒരു ലക്ഷണമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി രോഗിയായിട്ടുണ്ടാവും, ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇനി നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഹോസ്പിറ്റലിലോ ലാബിലോ ഒരു ക്ലിനിക്കിലോ നമ്മൾ ചെന്ന് ടെസ്റ്റ് ചെയ്താലും നമുക്ക് രോഗം വന്നാൽ മാത്രമാണ് നമ്മൾ അറിയുന്നത് രോഗിയായി എന്നുള്ളത്. നമ്മൾ ആരോഗ്യത്തിലാണോ എന്ന് നമ്മൾ അറിയുന്നില്ല. രോഗമില്ല അല്ലെങ്കിൽ ഒരു ടെസ്റ്റിൽ നമ്മൾ നെഗറ്റീവ് ആവുന്നു അല്ലെങ്കിൽ പോസിറ്റീവ് ആവുന്നില്ല എന്നതിനർത്ഥം നമ്മൾ ആരോഗ്യവാനോ അല്ലെങ്കിൽ ആരോഗ്യവതിയോ ആണ് എന്നല്ല. ആ സമയത്ത് നമ്മൾ ആ സിംറ്റം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അവയർനെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നൊരു ഓപ്പൺ മൈൻഡിൽ നമ്മൾ ഇരിക്കുക. സോ ആദ്യം നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരം എന്താണ്, ഈ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം നമ്മൾ ആകെ കൂടി നമ്മുടെ ഒരു സ്വത്ത് നമ്മുടെ കൂടെ കാലാകാലം നമ്മൾ ഈ ഭൂലോകത്ത് ഉള്ള കാലം വരെ നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്ന ഒരേ ഒരു ആള് എന്നത് നമ്മുടെ ഈ ശരീരം മാത്രമാണ്. ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ഇത് പൊന്നുപോലെ സൂക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മൾ ഈ ഉത്തരവാദിത്തം ഒരു മൂന്നാമത്തെ ഒരാളെ ഏൽപ്പിക്കുകയാണ്. ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? ആരോഗ്യം എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്യൂ. അല്ലെങ്കിൽ ആരുടെ ചിത്രമാണ് നമുക്ക് ആദ്യം ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരും? വെരി ഗുഡ്, ഡോക്ടർ അല്ലെ? ആരോഗ്യം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒരു ഡോക്ടറാണ്. നമ്മുടെ സമാധാനവും അതാണ്. ഡോക്ടർ ഉണ്ടല്ലോ, രോഗം വന്നു കഴിഞ്ഞാൽ നോക്കാൻ ഡോക്ടർമാരുണ്ടല്ലോ, ചികിത്സിക്കാൻ. യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരോഗ്യം സംരക്ഷിക്കാനിരിക്കുന്ന ആൾക്കാരല്ല ഡോക്ടർമാർ. അവർ ആരോഗ്യത്തെക്കുറിച്ചല്ല പഠിക്കുന്നത്. അവർ പഠിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവർ പഠിക്കുന്നത് പാത്തോളജി, ഫാർമക്കോളജി, ഫാർമക്കോകൈനറ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. അതായത് രോഗങ്ങളെ കുറിച്ച്, ഡോക്ടർക്ക് രോഗങ്ങൾ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച്, മരുന്നുകളെ കുറിച്ച് ഒക്കെയാണ് അവർ പഠിക്കുന്നത്. അതായത് ഒരാളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നതാണ് അവർ പഠിക്കുന്നത്. ആരോഗ്യം അവരുടെ ഉത്തരവാദിത്വമല്ല. കാരണം ആരോഗ്യത്തെക്കുറിച്ച് അവർക്കും വലിയ ധാരണയൊന്നുമില്ല. അവർക്ക് രോഗങ്ങളെ കുറിച്ച് അറിയാം, ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യണം എന്നറിയാം, എന്ത് മരുന്നുകൾ കൊടുക്കണം, എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നറിയാം. ബിക്കോസ് ദാറ്റ് സിസ്റ്റം ഈസ് ഫോർ ഡിസീസ് മാനേജ്മെന്റ് ആൻഡ് ദോസ് പീപ്പിൾ ആർ ഡിസീസ് മാനേജേഴ്സ്. Their only job is to manage your disease. അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു എമർജൻസി കെയർ ആണ്. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്, ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം ആരുടെയാണ്? അത് അവനവന്റെയാണ്. നമ്മൾ തന്നെയാണ് ഉത്തരവാദിത്വം. കാരണം നമ്മുടെ ശരീരമാണ്. ഇത് നല്ലതായി കഴിഞ്ഞാൽ അതിന്റെ ഗുണം അനുഭവിക്കുന്നത് നമ്മളാണ്. ഇത് മോശമായാൽ അതിന്റെ വേദന നമ്മുടെ മാത്രമല്ല, വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആ വേദന, ഇതെല്ലാം അനുഭവിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഫണ്ടമെന്റലായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞേ പറ്റൂ. നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. ഇതൊരു തേർഡ് പാർട്ടിയിലേക്ക് നമ്മൾ ഏൽപ്പിക്കരുത്. തേർഡ് പാർട്ടിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക ഭദ്രത പോലും ഇല്ലാതാകും. അതാണ് ഞാൻ ആ ഒരു ഡാറ്റ നേരത്തെ പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. രോഗം വന്ന് ചികിത്സിച്ച് വരുമ്പോഴത്തേക്കും ഒരു കുടുംബത്തിന്റെ മൊത്തം സാമ്പത്തിക ഭദ്രത തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഒരു രോഗം കടന്നു പോകുക. ഒരുപക്ഷെ അതോടുകൂടി ആ വ്യക്തിയും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. രോഗം മാറുന്നില്ല എന്ന് മാത്രമല്ല,
സാമ്പത്തിക ഭദ്രത കൂടി ഇല്ലാതാക്കിക്കൊണ്ടാണ് ഓരോ രോഗങ്ങളും കടന്നു പോകുന്നത്. സോ ദിസ് എ വെരി സീരിയസ് സബ്ജക്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, എങ്ങനെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു മനുഷ്യ ശരീരം, ഇപ്പൊ നമ്മളൊരാളാണ്, ഒരു ഇൻഡിവിജ്വലി നമ്മളൊരാളാണ്. ഇപ്പൊ ഷാജി എന്ന് പറയുന്നത് ഒരാളാണ്, മണിരത്ൻ ഒരാളാണ്, ഇസ്മായിൽ സർ ഒരാളാണ്, രാജീവ് ഒരാളാണ്. പക്ഷെ നമ്മുടെയൊക്കെ ശരീരത്തിനകത്ത് ശരീരത്തെ നിയന്ത്രിക്കുന്നതും ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതും ഒരാളല്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ ശരീരത്തിന്റെ എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, വളരെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള കോശങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതായത് നമ്മുടെ ഓരോ മനുഷ്യ ശരീരവും ഇത്തരത്തിലുള്ള ഏകദേശം സയൻസ് പറയുന്നത് 37-40 ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ്. വി ആർ എ വാസ്റ്റ് എംപയർ. കോടാനുകോടി കോശങ്ങളുടെ ഒരു വലിയൊരു എംപയർ ആണ് നമ്മുടെ ഓരോ മനുഷ്യ ശരീരവും. അപ്പൊ ഈ കോശങ്ങളാണ് ശരീരത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കാൻ ചില സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അത് 3 ആസ്പെക്റ്റിലാണ് ഇവർക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക. 3 ഫണ്ടമെന്റൽസ്. ആ ഒരു ഫൗണ്ടേഷൻ, ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് രൂപഘടന ചെയ്തിട്ടുള്ളത്. ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ, ന്യൂട്രീഷൻ, മൊബിലിറ്റി. ഈ 3 കാര്യങ്ങളാണ്. ഹൈഡ്രേഷൻ, ന്യൂട്രീഷൻ ആൻഡ് മൊബിലിറ്റി. ഈ 3 കാര്യങ്ങൾ, ഇതിനെ ഒന്നുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇത് 3 നമ്മൾ ശരിയാക്കിയേ പറ്റും. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയാം. വെള്ളം കുടിക്കണമെന്നറിയാം, പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കണമെന്നറിയാം, പോഷകങ്ങൾ വേണമെന്നറിയാം, വ്യായാമം ചെയ്യണം എന്നറിയാം. ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്നാണ് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത്. പ്രശ്നമുണ്ട്, വെള്ളത്തിനും പ്രശ്നമുണ്ട്, പോഷകങ്ങൾക്കും പ്രശ്നമുണ്ട്. ഇതല്ലാത്ത സാധനങ്ങൾ കോശങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കോശങ്ങൾ തകരാറിലാവും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ഇതൊരു നൊബേൽ പ്രൈസിനൊക്കെ നോമിനേഷൻ ചെയ്യപ്പെട്ട ഒരു പണ്ടേ ഒരു ഡോക്ടർ റോജർ വില്യംസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം പറഞ്ഞിട്ട് വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ദ ഡിസീസസ് ആർ ഹാപ്പനിങ് ബിക്കോസ് ഓഫ് വൺ സിംഗിൾ റീസൺ, ആൻഡ് ദാറ്റ് റീസൺ ഇസ് സെല്ലുലാർ മാൽഫങ്ഷൻ. കോശങ്ങൾ കേടാവുമ്പോഴാണ്. ആൻഡ് സെൽസ് ആർ ഗെറ്റിംഗ് മാൽഫങ്ഷണൽ അല്ലെങ്കിൽ ഡാമേജ് ബിക്കോസ് ഓഫ് 2 റീസൺസ്, ആൻഡ് ദോസ് 2 റീസൺസ് ആർ ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റി. അതായത് അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ആ കോശങ്ങളെ ഡാമേജ് ആക്കുന്ന വിഷപദാർത്ഥങ്ങൾ, ടോക്സിൻസിന്റെ ആധിക്യം. അപ്പൊ ഈ 2 കാര്യങ്ങൾ എത്ര എക്സ്റ്റൻഷനിൽ, അല്ലെങ്കിൽ എത്ര ടു ദി എക്സ്റ്റെന്റ് വി ക്യാൻ ഫിക്സ് ദീസ് 2 റീസൺസ്, ഡെഫിഷ്യൻസി നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു, ടോക്സിസിറ്റി ഇല്ലാതാക്കാൻ സാധിക്കുന്നു, അത്ര എക്സ്റ്റൻസീവ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും വ്യാപ്തത്തിൽ നമ്മുടെ കോശങ്ങൾ വർക്ക് ചെയ്യും, ആ കോശങ്ങൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യും, നമ്മൾ ആരോഗ്യത്തിൽ കൂടി നിലനിൽക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ന്യൂട്രീഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ്. അപ്പൊ എന്ത് ന്യൂട്രീഷണൽ പ്രശ്നങ്ങളിലാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉടലെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രീഷൻ റേഷ്യോ എന്താണ്? So let me share the slide. You can ask this question to yourself. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ചോദിക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ChatGPTയോടോ ഗൂഗിൾ സ്കോളറിനോടോ അല്ലെങ്കിൽ ഗൂഗിൾ AI ചോദിക്കുക. ഗൂഗിൾ AI ഒക്കെ ആണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാ ഇൻഫർമേഷൻ പറഞ്ഞു തരും. എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ ഉണ്ട്, AI ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. So you just ask this question: what is the most important nutrition ratio inside the human body that biologically drives most chronic illnesses, yet is almost never measured in routine clinical practice? അതായത് മനുഷ്യ ശരീരത്തിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന അതിപ്രധാന പോഷക അനുപാതം എന്താണ്? ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഇതായിരിക്കും.
omega-6 to omega-3 റേഷ്യോ. എന്താണ് ഈ omega-6 to omega-3 റേഷ്യോ? ഞാൻ നേരത്തെ പറഞ്ഞു, കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എങ്കിൽ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 2-3 കോടി കോശങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവും, റീജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കോശങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കൊഴുപ്പുകളാണ്, ശരീരത്തിന് ആവശ്യമായ ഫാറ്റി ആസിഡ്സിനെയാണ് ഈ omega-3, omega-6 എന്ന് പറയുന്നത്. ഇതിന് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്നാണ് വിളിക്കുക. യഥാർത്ഥത്തിൽ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ 5 എസെൻഷ്യൽ ന്യൂട്രിയൻസ് പ്രതിദിനം എല്ലായ്പ്പോഴും ആവശ്യമുണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നറിയപ്പെടുന്ന മാക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൈക്രോ ന്യൂട്രിയൻസ്, പോഷക സംയുക്തങ്ങൾ, പിന്നെ വെള്ളം. ഇതൊക്കെ എല്ലാ ദിവസവും ആവശ്യമാണ്. വാട്ടർ ഈസ് വൈറ്റൽ ന്യൂട്രിയൻറ്റ്. പിന്നെ എയർ വേണം. അപ്പൊ ഇതൊക്കെ എല്ലാ ദിവസവും ലഭിച്ചേ പറ്റൂ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനെ ബാലൻസ്ഡ് ഫുഡ് എന്നൊക്കെ പറയുമെങ്കിലും എന്തൊക്കെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, എന്തൊക്കെ റേഷ്യോസ് ആണ് പ്രധാനപ്പെട്ടതാവുന്നത്? ആൻഡ് വൈ omega-6 to omega-3 റേഷ്യോ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റേഷ്യോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ട്രക്ചറൽ കമ്പോണൻസ് ആണ് omega-3 omega-6. ഈ omega-6ന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്, ഇത് നിർമ്മാണത്തിൽ ഏർപ്പെട്ടാൽ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ആയാലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക അഡാപ്റ്റബിൾ ഇമ്മ്യൂൺ പ്രോസസ്സുകളാണെങ്കിലും ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ട്രിഗർ ആവുന്നതിന് ആവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡ് ആണ് omega-6. ഇമ്മ്യൂൺ ഒരു ഇൻഫ്ലമേഷൻ തുടങ്ങിയാൽ, ആ പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അതിനെ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ് omega-3. അതായത് ഒന്ന് ഇൻഫ്ലമേഷനെ ഓൺ ചെയ്യുന്നതിനും ഒന്ന് ഇൻഫ്ലമേഷനെ ഓഫ് ചെയ്യുന്നതിനുമാണ്. ഈ ഇൻഫ്ലമേഷൻ നമുക്ക് ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഭാഗമായിട്ടുള്ള ഇതിന് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്നാണ് പറയാം. എന്നാൽ ഈ ബാലൻസ് തെറ്റുമ്പോൾ, അതായത് ഒരു omega-6 മോളിക്യൂളിന് ഒരു omega-3 എന്ന അനുപാതം ശരീരത്തിൽ നിന്ന് തെറ്റുമ്പോൾ, ഇത് കൂടുമ്പോൾ ഇൻഫ്ലമേഷൻ നിലയ്ക്കുന്ന പ്രക്രിയ ഇല്ലാതാവും. ഇൻഫ്ലമേഷൻ തുടർച്ചയായി നിലനിൽക്കും. ഇതിനെ സൈലന്റ് ഇൻഫ്ലമേഷൻ എന്നാണ് പറയുക, ക്രോണിക് സൈലന്റ് ഇൻഫ്ലമേഷൻ. ഇത് തുടങ്ങുന്നത് നമ്മുടെ ശരീരം ഈ റേഷ്യോ ഒരു ഔട്ട് ഓഫ് ബാലൻസിലേക്ക് പോകുമ്പോഴാണ്. ഇത് 4:1 മുതലാണ് ഇത് ഔട്ട് ഓഫ് ബാലൻസിലേക്ക് പോവുക. 15:1, 25:1 എന്നൊക്കെ പറയുന്നത് ഔട്ട് ഓഫ് ബാലൻസ് ആണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യ മഹാരാജ്യത്ത് ഇതിന്റെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ ആവറേജ് നമ്മുടെ നാട്ടിലെ റേഷ്യോ എന്ന് പറയുന്നത് 47:1 ആണ്. 47 മോളിക്യൂളിന് omega-6 ഒരു മോളിക്യൂളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് 47 പേര് നമ്മളെ അറ്റാക്ക് ചെയ്യാണ്, നമ്മൾ ഒരാളേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നിങ്ങൾ 47 ചട്ടി മണൽ വെച്ചിട്ട് ഒരു ചട്ടി മണലും സിമെന്റ് മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ഈ ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. സോ ദിസ് ഈസ് ദ പ്രോബ്ലം ഇൻസൈഡ് അവർ ബോഡി. ബിക്കോസ് സെല്ലുലാർ ഹോമിയോസ്റ്റാസിസ്, കോശങ്ങളുടെ സന്തുലിതമായിട്ടുള്ള പ്രവർത്തനം റിലൈസ് ഓൺ ദി എക്സാക്ട് എക്വിലിബ്രിയം between pro-inflammatory and pro-resolving essential fatty acids. നമ്മുടെ മോഡേൺ ഡയറ്റ് ഇത് മനുഷ്യന്മാർ ഇവോൾവ് ചെയ്തപ്പോൾ, അതായത് മനുഷ്യന്മാര് ആ ഒരു എവല്യൂഷൻ പ്രക്രിയയിൽ ഇതിന്റെ റേഷ്യോ 1:1 ആയിരുന്നു. അല്ലെങ്കിൽ ഒരു 10-100 വർഷം മുൻപ് വരെ ഇത് 1:1, 3:1 ആയിരുന്നു എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ നമ്മുടെ ഒരു മോഡേൺ ഡയറ്ററി ഹാബിറ്റ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നപ്പോൾ ഇന്ന് നമ്മുടെ റേഷ്യോ 50:1 ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. 47:1 ആണ്. അപ്പൊ ഈ റേഷ്യോ നമ്മൾ തെറ്റാവുമ്പോൾ നമ്മൾ ഇത് അറിയില്ല. പക്ഷെ റേഷ്യോ തുടർച്ചയായിട്ട് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ ഈ കോശങ്ങളുടെ റീജനറേഷൻ പ്രക്രിയ തടസ്സപ്പെടും. കോശങ്ങൾ പതിയെ ഡീജനറേഷനിലേക്ക് പോകും. ഇതിന്റെ ഫലമായിട്ട് വർഷങ്ങൾ എടുത്താണ് നമുക്ക് ഇതിന്റെ സിംറ്റംസ് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുക. നിങ്ങൾ നോർമൽ ബ്ലഡ് ടെസ്റ്റ് ഒരു ലാബിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ടെസ്റ്റ് നോക്കുന്ന സമയത്ത് ഇതൊക്കെ നോർമൽ ആയിട്ടുണ്ടാവും. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് നോർമൽ ആണ്, സ്റ്റാൻഡേർഡ് ലിപ്പിഡ് പാനൽസ് നോർമൽ ആണ്, റുട്ടീൻ നമ്മുടെ BMI അല്ലെങ്കിൽ വൈറ്റൽ സൈൻസ് എല്ലാം നോർമൽ ആണ്, എവറിങ് ഈസ് നോർമൽ, ECG നോർമൽ ആണ്. ദെൻ ഓൾ ഓഫ് എ സഡൻ യു ആർ ഹാവിങ് എ ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ക്ലിനിക്കൽ ഹൊറൈസന്റെ മുകളിൽ നമ്മൾ നോർമൽ ആണ് എന്നതിനർത്ഥം നമ്മൾ സേഫ് ആണ് അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യവാനാണ് എന്നല്ല. Because this cellular pathology is invisible. ഇവിടെയാണ് നമുക്ക് ഇത് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യം. ഓയിൽ
എവല്യൂഷണറി ബേസ് ലൈൻ 1:1. ഇത് സയൻസ് റെക്കമെൻഡ് ചെയ്യുന്ന 3:1 വരെ കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ മോഡേൺ ആവറേജ് 15:1 to 25:1. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് തുടങ്ങുന്നത്? രോഗങ്ങൾ ഉത്ഭവിക്കുക. എന്തൊക്കെയാണ് ഈ റേഷ്യോ നമുക്ക് ബാലൻസ്ഡ് ആവുമ്പോൾ സംഭവിക്കുക ശരീരത്തിനകത്ത്? കോഗ്നേറ്റീവ് ഡിക്ലൈൻ, അതായത് നമ്മുടെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. ഈ DHAയുടെ ഒക്കെ കുറവ് വരുമ്പോൾ ഇത് നമ്മുടെ ന്യൂറൽ ലിപ്പിഡ് റാപ്സ്, കാര്യം ബ്രെയിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാറ്റി ആസിഡ് ആണ് DHA. ഇത് നമ്മുടെ ബ്രെയിൻ പ്രവർത്തനങ്ങളെ, ന്യൂറൽ ട്രാൻസ്മിഷൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് പ്രവർത്തനങ്ങളെ, മെമ്മറി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇതെല്ലാം അത് ബാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, രക്തധമനികളിൽ ഉണ്ടാവുന്ന കേടുപാടുകൾ, എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ ക്ലോട്ടിങ് പോലെയുള്ള ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് ആർട്ടറികളിൽ ഉണ്ടാവുന്നു. മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതായത് പ്രമേഹം, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ, അതായത് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷനിലേക്ക് വരുമ്പോൾ എപ്പോഴും നമുക്ക് ശരീരത്തിനകത്ത് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, സോറിയാസിസ്, അല്ലെങ്കിൽ ഇറിറ്റബിൾ ബowel സിൻഡ്രോം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. സോ ഓൾ ദീസ് ആർ ലീഡ്സ് ടു ദിസ് ഡിസീസ് കണ്ടീഷൻസ്. അപ്പൊ ഇത് ഈ സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ ഈ ബോഡിയിൽ നമുക്ക് ഈ റേഷ്യോ അൺബാലൻസ്ഡ് ആണെങ്കിൽ നമ്മുടെ സെൽ മെംബ്രെയിൻ, എസ്പെഷ്യലി നമ്മുടെ കോശങ്ങൾക്കുള്ള മെംബ്രെയിൻ നിർമ്മിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ് omega-3. ഇത് ഇല്ലാതാവുന്നതോടുകൂടി ഈ സെൽ മെംബ്രെയിൻ ഹാർഡ് ആവുകയും ഇത് പതിയെ പതിയെ റിജിഡ് ആവാൻ തുടങ്ങും. ഇത് റിജിഡ് ആവും തോറും ഇതിലേക്ക് ഈ പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിനോ വേസ്റ്റിനെ, ആ കോശങ്ങൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടോക്സിൻസിനെ, ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും ലക്ഷക്കണക്കിന് ബയോ കെമിക്കൽ പ്രോസസ്സുകളാണ് ഓരോ കോശങ്ങൾക്കുള്ളിലും സംഭവിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്നുണ്ടാവുന്ന ആ ടോക്സിക് വേസ്റ്റിനെ നീക്കം ചെയ്യണമെങ്കിൽ ഈ കോശങ്ങളുടെ മെംബ്രെയിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം. അപ്പൊ ഇത് കട്ടിയായി കഴിഞ്ഞാൽ ഇതൊന്നും പ്രവർത്തിക്കില്ല. സ്വാഭാവികമായിട്ട് ടോക്സിൻസ് അക്യൂമുലേറ്റഡ് ആവും, ന്യൂട്രിയൻസിന് അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരും. സോ സെൽ മെംബ്രെയിൻ ഹാർഡ് ആവും. അതും നമുക്ക് രോഗങ്ങളിലേക്ക്, കോശങ്ങൾ കേടുപാടുകളും, ടിഷ്യൂ ഡാമേജ്, ഓർഗൻ ഫെയിലിയർ, അങ്ങനെ ഒരു സിസ്റ്റമിക് ഡിസ്ഫങ്ഷനിലേക്ക്, രോഗത്തിലേക്ക് വഴിവെക്കും. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടാണ്. നമ്മുടെ ശരീരത്തിന്റെ അടുത്തൊരു കമാൻഡ് സെന്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കേന്ദ്രം, അതായത് കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ഗട്ട്. അപ്പൊ ഈ ഗട്ട് ആണ് നമ്മുടെ ശരീരത്തിന്റെ 70% ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഗട്ടാണ്. ഈ ഗട്ടിനകത്തുള്ള സൂക്ഷ്മാണുക്കളുണ്ട്. അപ്പൊ ഈ സൂക്ഷ്മാണുക്കളാണ് ഈ ഗട്ടിനെ നിയന്ത്രിക്കുന്നത്. അത് നമ്മുടെ കോശങ്ങളെക്കാൾ കൂടുതലുണ്ട് നമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ. മൊത്തത്തിൽ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 200 ഗ്രാമിലധികം വരുന്നാണ് പറയുന്നത്. അപ്പൊ ഇവരാണ് മെറ്റബോളിക് ഔട്ട്പുട്ട്, അതായത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തെ വിഘടിപ്പിച്ച് ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളൊക്കെ ആക്കി മാറ്റുന്നത് ഇവരാണ്. അപ്പൊ അവർക്ക് വേണ്ട സാധനം നമുക്ക് കിട്ടണം. അപ്പൊ ഈ ഗട്ട് ഫംഗ്ഷൻ കറക്റ്റ് ആണ്. എന്തായാലും ഗട്ടിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മുടെ ഇപ്പം വേറൊരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം സംസാരിക്കും. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. ഗട്ട് ഡിസ്ബയോസിസ്, ഇവിടെ നിന്നാണ് രോഗങ്ങൾ തുടങ്ങുക. ഗട്ട് ഡിസ്ബയോസിസ് ആൻഡ് സെല്ലുലാർ ലിപ്പിഡ് ഇംബാലൻസ്, ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക ഇതിനെക്കുറിച്ച്. എന്താണ് ഗട്ട് ഡിസ്ബയോസിസ്, എന്താണ് സെല്ലുലാർ ലിപ്പിഡ് ഇംബാലൻസ്? കാരണം ഈ രണ്ട് പ്രവർത്തനങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ കാരണങ്ങളിൽ നിന്നാണ് ക്രോണിക് ലോ ഗ്രേഡ് സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ശരീരം നീങ്ങാം. അതായത് വളരെ പ്രൊലോങ്ഡ് ആയിട്ട് ഒരു അഗ്നിപർവ്വതം പോലെ കോശങ്ങൾക്കുള്ളിൽ ഈ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കാം. ഇതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലേക്കും സെല്ലുലാർ ഏജിങ്ങിലേക്കും നമ്മുടെ മെറ്റബോളിക് ഡീഗ്രഡേഷനിലേക്കും ഒക്കെ ഇത് നയിക്കാം, നമ്മൾ രോഗങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഇത് നമുക്ക് ഒരിക്കലും ഇത് സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു നോർമൽ ക്ലിനിക്കൽ ടെസ്റ്റില് അല്ലെങ്കിൽ ഒരു ലബോറട്ടറി ടെസ്റ്റിൽ അറിയില്ല. കാരണം ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരു രോഗിയായി എന്നുള്ളതല്ല, ആ ഒരു രോഗ സാഹചര്യം ശരീരത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നതാണ്. ഈ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു പക്ഷേ 5 കൊല്ലമോ 10 കൊല്ലമോ കഴിഞ്ഞിട്ടായിരിക്കാം. അതുവരേക്കും നമ്മൾ ഇത് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ നോക്കുന്ന ലിപ്പിഡ് പാനൽസ്, നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ്സോ HDL ലിപ്പിഡ് പ്രൊഫൈലോ അല്ലെങ്കിൽ മറ്റുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റോ, കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റോ, ഗ്ലൂക്കോസ് ലെവൽസോ, HbA1 ഇതെല്ലാം നമുക്ക് നോർമൽ ആയിരിക്കും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ സെല്ലുലാർ ഹെൽത്ത് അസസ്മെന്റ്. നമ്മൾ ആരോഗ്യമുള്ള ഒരാളാണോ,
എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് സ്കോർ ആക്ച്വൽ ഹെൽത്ത് സ്കോർ എന്ന് പറയുന്നത് നിങ്ങളുടെ സെല്ലുലാർ ഹെൽത്ത്, അതുപോലെ ഗട്ട് ഹെൽത്ത്, ഇത് രണ്ടുമാണ് നിങ്ങളുടെ ആക്ച്വൽ ഹെൽത്ത് സ്കോർ. ഇത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കൊരു ഓപ്ഷൻ അവിടെയാണ് നമുക്ക് ഈ ഒരു കമ്പനി നമ്മളെ സഹായിക്കുന്നത്. ആൻഡ് ദിസ് കമ്പനി ഈസ് ഫ്രം സ്കാൻഡിനേവിയ, സിൻസിനോ. നമുക്കറിയാം സ്കാൻഡിനേവിയ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വിശ്വസിക്കാവുന്ന ഒരു രാജ്യം എന്നതാണ് സ്കാൻഡിനേവിയൻ കൺട്രീസിനെ പറ്റി ആദ്യം തന്നെ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന കാര്യം. കാരണം സയന്റിഫിക്കലി വളരെ അഡ്വാൻസ്ഡ് ആണ്. സയൻസും അക്കാഡമിക് ലെവലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മാനുഷിക മൂല്യങ്ങളാണെങ്കിലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാണെങ്കിലും എല്ലാം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ് സ്കാൻഡിനേവിയ എന്നൊക്കെ പറയുന്നത്. അത്തരത്തില് സ്വീഡനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഇത് സ്റ്റാർട്ടഡ് ഇൻ 2005. ഗോൾഡൻബർഗിലാണ് അവരുടെ ഹെഡ് ഓഫീസ്. ഒരു പബ്ലിക്ലി ട്രേഡഡ് കമ്പനിയാണ്. 100-ലധികം രാജ്യങ്ങളിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായി. കേരളത്തിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ 2005 ജനുവരി മുതൽക്കാണ്. അപ്പൊ ഈ കമ്പനി സിൻസിനോ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഓണർഷിപ്പിൽ ഒരുപാട് ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനികളുണ്ട്. 1-2 കമ്പനികളൊന്നുമില്ല. ഫോൺ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് നോർവേയിലുള്ള ഈ കമ്പനിയുടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇവരുടെ ഓണർഷിപ്പിലുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, ഒരു മരുന്ന് കമ്പനിയാണ്. സിൻസിനോന്റെ പ്രൊഡക്റ്റുകൾ മാത്രമല്ല, യൂറോപ്പില് ഒരുപാട് ഫാർമ കമ്പനികൾക്ക് ഇവരുടെ ഒരു 50% പ്രൊഡക്ഷനും മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി കൂടിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഹാൻസൺ ഹേഡി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി കോസ്മെറ്റിക് കമ്പനി ഇൻ സ്വിറ്റ്സർലാൻഡ്, ആൻഡ് സെലിസ് എന്ന് പറയുന്ന മറ്റൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനി, ക്ലിയാന്തി ആൽഫ ഒലനിക് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ഒലീവ് ഓയിൽ കമ്പനി, സുർവിറ്റ അനദർ ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനി, VMA ലൈഫ് ഈസ് അനദർ ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനി, ബയോ ആക്റ്റീവ് ഫുഡ്സ് ആക്ച്വലി അനദർ സയന്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫുഡ് കമ്പനി, and all these Truvi, Valentus Global, Body Pro Ecosystem, see, all these are health and wellness companies owned by Zinzino. Zinzino company ownership ഉള്ള കമ്പനിയാണ്. So what they do something called test-based nutrition. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച റേഷ്യോ അല്ലെങ്കിൽ omega-3 ഇൻഡെക്സ്, ഇപ്പൊ പല സാധനങ്ങളും നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട്. പോഷകം നല്ലതാണ്, പോഷകാഹാരം വേണമെന്നൊക്കെ പറയും, പലതും വാങ്ങിച്ച് കഴിക്കും. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ള ആർക്കും അറിയില്ല. ഈ പറയുന്ന ഹെൽത്ത് സ്കോറുകൾ നമുക്ക് അറിയില്ല. അപ്പൊ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഗിവിംഗ് അസ് എൻ ഓപ്പർച്യൂണിറ്റി. ദേ ഇൻട്രൊഡ്യൂസ്ഡ് എ ടെസ്റ്റ് കോൾഡ് ബാലൻസ് ടെസ്റ്റ്. ഈ ബാലൻസ് ടെസ്റ്റ് ഇപ്പോൾ ലോകത്തിൽ ഏകദേശം 1.7 മില്യൺ, 1.7 മില്യണിലധികം, 17 ലക്ഷത്തിലധികം ടെസ്റ്റുകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ആൻഡ് വാട്ട് ദേ സേ ദാറ്റ് 97% ആളുകളും ഔട്ട് ഓഫ് ബാലൻസ് ആണ് ഗ്ലോബലി. അപ്പൊ ഈ ടെസ്റ്റ് എന്താണ്? ദിസ് ടെസ്റ്റ് ഈസ് കോൾഡ് ബാലൻസ് ടെസ്റ്റ്. ഇതൊരു സയൻസ് ബേസ്ഡ് ആയുള്ള ടെസ്റ്റ് ആണ്. ഹോം അഡ്മിനിസ്ട്രേറ്റ് ആണ്. നമ്മളൊരു ഒരു ഒരു ഹോസ്പിറ്റലിലേക്കോ ഒരു ഡോക്ടറെ അടുത്തേക്കോ ഒരു ക്ലിനിക്കിലേക്കോ ലാബിലേക്കോ ഒന്നും പോകണ്ട. വീട്ടിലിരുന്നുകൊണ്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ. ഇൻഡിപെൻഡന്റ്ലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആൻഡ് അനോണിമസ് റിസൾട്ട്സ് ആണ്. ഇത് നമുക്ക് അനോണിമസ് ആണ്, ടെസ്റ്റ് അനോണിമസ് ആണ്. ഇത് ഡ്രൈ ബ്ലഡ് സ്പോട്ട് ടെസ്റ്റ് ആണ്, ഡ്രൈ ബ്ലഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ടെസ്റ്റ് കിട്ടി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് നമുക്ക് തന്നെ എടുക്കാം. ആ ബ്ലഡ് എടുക്കാം, ഈ കളക്ഷൻ യൂണിറ്റിലേക്ക് ഇടാം. അതിനുശേഷം നമ്മളിത് കൊറിയർ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ഡൽഹിയിലേക്കാണ് നമ്മൾ ഇവിടുന്ന് അയക്കുക, ഇന്ത്യയിൽ നിന്ന്. ആൻഡ് തുടർന്ന് ഇന്ത്യൻ എംബസിയിലാണ്, സ്വീഡൻ എംബസിയിലാണ് ഇവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ. അവിടെ നിന്ന് ഈ ടെസ്റ്റ് സാമ്പിൾ ഇറ്റ് ഗോസ് ടു ഓസ്ലോ, നോർവേ. അപ്പൊ നോർവേ, ഇതാണ് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ പോയിരുന്നു. ഈ ഒരു ഓസ്ലോ സയൻസ് പാർക്കിലാണ് ഈ ലാബ്, വിറ്റാസ് എന്ന് പറയുന്ന ഈ ഒരു ലാബ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു സയന്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ലബോറട്ടറിയാണ് ഈ വിറ്റാസ് അനലിറ്റിക്കൽ സർവീസസ്. അത് സിൻസിനോ മാത്രമല്ല, ഒരുപാട് സംവിധാനങ്ങൾ, അതായത് ഇപ്പോൾ ഈവൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റീസ്, ഇവരൊക്കെ ഇവരുടെ ഫെസിലിറ്റിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ അത്രമാത്രം ട്രസ്റ്റഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലാബാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് ലഭിക്കുക. സോ ഇത്തരത്തിൽ നമ്മൾ ഒരു ബ്ലഡ് 2 ഡ്രോപ്പ് ബ്ലഡ് എടുക്കുന്നു, നമ്മൾ അയക്കുന്നു, ആൻഡ് യു ഗെറ്റ് എ റിപ്പോർട്ട് ലൈക്ക് ദിസ്. ഇതിനകത്ത് നമുക്കൊരു 6 ബയോ മാർക്കേഴ്സും 11ഓളം ഫാറ്റി ആസിഡ്സും മെഷർ ചെയ്യാം. ഈ omega-6 to omega-3 റേഷ്യോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു 3:1 ആയിരിക്കണം. ഇത് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഇത് 15:20:1 ഒക്കെയാണ്. ഇത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇതൊരു 1:1 നമ്മൾ കൊണ്ടുവന്നേ പറ്റും. 3:1 അല്ലെങ്കിൽ അതിന്റെ താഴത്തേക്ക് എത്തിച്ചേ പറ്റും. ദെൻ omega-3 ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്, വളരെയധികം ബന്ധപ്പെട്ടതാണ്. omega-3 ഇൻഡെക്സ് 8% മുകളിൽ നിലനിർത്തുക എന്നത് നമുക്ക് ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആണ്. ഇത് 8% മുകളിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് സ്പാൻ ഒരു 5 വർഷമെങ്കിലും ഇൻക്രീസ് വർദ്ധിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത്.
എന്നാൽ അതേസമയം ഇത് 4% താഴെയാണെങ്കിൽ ഒരു ഹൃദ്രോഗത്തിനുള്ള സാധ്യത 50 മുതൽ 90% വരെയാണ് എന്നതാണ്. ഇമാജിൻ, അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ omega-3 ഇൻഡെക്സ്. ആൻഡ് മോസ്റ്റ് പീപ്പിൾ ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ്. നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത്, ബ്രെയിൻ കപ്പാസിറ്റി അത് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കണം. ആൻഡ് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഷുഡ് ബി 3:1 ഓർ ബിലോ. എന്ന് വെച്ചാൽ 3:1 കൂടി കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ ഹാർഡായി പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിനോ ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതിനോ കഴിയാതെ വരും. കോശങ്ങൾ കേടാവാൻ തുടങ്ങും. അതുപോലെ തന്നെ അറാക്കിഡോണിക് ആസിഡ് ദാറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 6.5 to 8.5. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ 11ഓളം ഇതെല്ലാം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, സിൻസിനോ കമ്പനി ഒരു വലിയൊരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ആളുകളൊക്കെ തന്നെ ഈ കമ്പനിയുടെ പാനലിലുള്ള സയന്റിസ്റ്റുകളും റിസർച്ച് ഇൻ ഹൗസ് ആൻഡ് സയന്റിഫിക് അഡ്വൈസറി ബോർഡിലുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ ഇവരെയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരുപാട് സയന്റിസ്റ്റുകൾ, ഡോക്ടേഴ്സ് ആണ് ഈ പറയുന്ന ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഫോർമുലേഷൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവർ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈനർജിസ്റ്റിക് ഫോർമുല, ഇറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഓയിൽ. എസെൻറ്റ് ഓയിൽ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ആൻഡ് ദിസ് ഈസ് അവൈലബിൾ നൗ ഹിയർ ഇൻ അവർ കൺട്രി. ഇറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഓയിൽ. ഇതിനകത്ത് ഇതൊരു 60% ഇത് പ്യുവർ ഹൈഗ്രേഡ് ഫിഷ് ഓയിൽ ആണ് ഫ്രം സ്മോൾ സസ്റ്റൈനബിളി വൈൽഡ് കോട്ട് ഫിഷ്. ആൻഡ് 40% പ്രീ ഹാർവസ്റ്റ് പ്രീമിയം എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ആണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ omega-3 എസ്പെഷ്യലി EPA DHA ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഫിഷ് ഓയിൽ നിന്നാണ്, ഫിഷിൽ നിന്നാണ്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഫിഷ് ഇപ്പോൾ വളരെ കുറവാണ് കഴിക്കുന്നത്. ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫിഷ് ആണെങ്കിലും ഇതിനകത്ത് ഈ ഫാറ്റ് വളരെ കുറവാണ്. അതല്ലെങ്കിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. മറ്റൊന്ന്, നമ്മൾ അതിന്റെ ഒരു കുക്കിംഗ് പ്രിപ്പറേഷനിലൊക്കെ തന്നെ ഇത് പലതും നഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇത് കിട്ടുന്നില്ല. മാത്രമല്ല ഈ ഫിഷ് ഓയിൽ വളരെ പെട്ടെന്ന് ഡാമേജ് ആവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രിയൽ ഫിഷ് ഓയിലിൽ നമുക്ക് കിട്ടുന്ന സപ്ലിമെന്റ്സ് ഇപ്പോൾ ഒരു ഫാർമസിയിലായിക്കോട്ടെ, മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ആമസോണിലോ ഓൺലൈനിലോ ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഇതിന്റെ ടോട്ടോക്സ് വാല്യൂ അല്ലെങ്കിൽ ഓയിൽ സ്റ്റെബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് വളരെ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർപ്ഷൻ നടക്കാതാവും, അല്ലെങ്കിൽ കോശങ്ങളെ ഈ പറയുന്ന ഒരു മെംബ്രെയിൻ ഫിക്സിങ്ങോ അല്ലെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്യുന്നതിനോ ഇത് സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഇവര് ഈ ഫിഷ് ഓയിൽ ഇമ്മീഡിയറ്റ്ലി അവരതിനെ പ്രീ ഹാർവസ്റ്റഡ് ഒലീവ് ഓയിൽ അതിനെ ബ്ലെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ OSI എന്ന് പറയുന്നത് മോർ ദാൻ 35 hours ആണ്, 35 മണിക്കൂറിലധികമാണ്. അപ്പൊ അത്തരത്തിലൊരു ന്യൂട്രിയൻ ബ്ലെൻഡ് ആണ് ഇതിനകത്ത്. ഒലീവ് ഓയിൽ, അതുപോലെ തന്നെ ഫിഷ് ഓയിൽ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, അങ്ങനെ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോശങ്ങൾക്ക് ആവശ്യമായ ഈ സ്പെഷ്യൽ ന്യൂട്രിയൻസിന്റെ ഒരു ബ്ലെൻഡ് ആണ്. അതായത് ഒരു ഭക്ഷണമായിട്ട് നമുക്ക് ദിവസേന ഒരു സ്പൂൺ ഫുൾ ഓയിൽ നമ്മൾ കഴിക്കാം, അത്രേ വേണ്ടു. ഇത് ഹയസ്റ്റ് ക്വാളിറ്റി കെയറിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് സാധാരണ ഇപ്പൊ നമുക്കറിയാം ഒരു FSSAI സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ഫുഡ് നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റും. പക്ഷേ യൂറോപ്പിൽ ഈ പ്രൊഡക്റ്റുകൾ അങ്ങനെയല്ല. ഇതൊരു ഫാർമ ഗ്രേഡിൽ ക്ലിനിക്കൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് ഓഫ് ദ സീ, GMP, അല്ലെങ്കിൽ ഇൻഫോം സ്പോർട്ട്, ഇൻഫോം ചോയ്സ്, കൊളോണിയലിസ്റ്റ്, മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് സർട്ടിഫിക്കേഷൻസിലാണ് ഇത് വരുന്നത്. കാരണം ഇത് ഒരു സാധാരണ ആളുകൾ മാത്രമല്ല, ഇതൊരു സ്പോർട്സ് കാറ്റഗറി. അതായത് ഒളിമ്പിക്സ്, ഇപ്പം നമുക്കറിയാലോ സ്പോർട്സ് പ്രൊഫഷണൽസ്, ഇപ്പൊ ഫുട്ബോൾ ഇതൊക്കെ നടക്കുകയാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ഫുട്ബോൾ ക്ലബ്സ്, ദേ ഓൾ ആർ ദ ക്ലയൻസ്, ദേ ഓൾ ആർ യൂസിങ് സിൻസിന പ്രോഡക്ട്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. സ്പോർട്സ് ന്യൂട്രീഷൻ കാറ്റഗറിയിലാണ്, അത്രയും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സിലാണ് ഇതിന്റെ പ്രിപ്പറേഷൻ. ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും കൊടുക്കാം, കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാം, ഗർഭിണികൾക്ക് കൊടുക്കാം, പ്രായമുള്ളവർക്ക് കൊടുക്കാം. ബിക്കോസ് ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ടേക്ക് എ സ്പൂൺഫുൾ ഓഫ് ഓയിൽ എവറി ഡേ. അത് ബോഡി വെയിറ്റ് അനുസരിച്ച്, കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പൂൺ വേണ്ട, കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് ഒരു 0.15 ml 1-2 തുള്ളിയൊക്കെ കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. അതുപോലെ തന്നെ ഇത് ഒരു 18ഓളം ഹെൽത്ത് ക്ലെയിംസ് ആക്ച്വലി അപ്രൂവ്ഡ് ബൈ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ അപ്രൂവലിൽ വരുന്നതാണ്. അതായത് ഇത് ബ്രെയിൻ ഫംഗ്ഷനെ നോർമലാക്കുന്നു, ഹാർട്ടിന്റെ ഫംഗ്ഷൻ നോർമലാക്കുന്നു, ഇമ്മ്യൂൺ ഫംഗ്ഷൻ നോർമലാക്കുന്നു. ഇതെല്ലാം അപ്രൂവ് ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് ഇൻ ബ്രസ്റ്റ് ഫീഡ് ഇൻഫാൻസ്, അതായത് കുഞ്ഞുങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന്റെയൊക്കെ ബ്രെയിൻ ഡെവലപ്മെന്റിന്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുകളുടെ ഡെവലപ്മെന്റ്, ബ്ലഡ് ട്രൈഗ്ലിസറൈഡ്സ്, ഇതെല്ലാം നോർമലൈസ് ചെയ്യുന്നതിന് എല്ലാം ഇത് ആവശ്യമാണ്. BP, അതുപോലെ തന്നെ ഫൈറ്റ്സ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആൻഡ് നോർമൽ അബ്സോർപ്ഷൻ യൂട്ടിലൈസേഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്, ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി improved അല്ലെങ്കിൽ are approved by European Food Safety Authority. So this is what this balance concept. ഇനി അടുത്തത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് നമ്മുടെ മൈക്രോബയോം ആണ്. അപ്പൊ മൈക്രോബയോമിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി
നമ്മോടൊപ്പം ഇന്ന് ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹം ആക്ച്വലി ബേസിക്കലി ഒരു എൻഡോഡോണ്ടിസ്റ്റ് ആണ്, ഡെന്റിസ്ട്രി MD ഡോക്ടറാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖല, പ്രത്യേകിച്ച് ഫുഡ് മേഖലയിലാണ്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് അതിൽ ഫുൾ ടൈം ഇപ്പോ ആ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ളൊരു മഹത് വ്യക്തിയാണ് ഡോക്ടർ കമറുദ്ദീൻ മുഹമ്മദ്. സോ ഞാൻ നമ്മുടെ ഹെൽത്ത് ആസ്പെക്ട്, ഗട്ട് ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നതിനായി നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനായിട്ട് ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാണ്. ഡോക്ടർ സർ, ഓവർ ടു യു. താങ്ക് യു. ഗുഡ് ഈവനിങ്. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. യെസ്. അപ്പൊ നമ്മൾ ആദ്യം പ്രസന്റ് ചെയ്ത സ്ലൈഡ് തന്നെ ഇടാം. യെസ്. ഓക്കെ. ചെയ്യുന്നതിന് മുമ്പേ ഒരു പുതിയൊരു അറിവിലേക്ക് പറയുകയാണ്. ഇപ്പൊ ഒരു ചെറിയൊരു ഇൻഫർമേഷൻസ് നമുക്ക് ഒരാൾ എനിക്ക് ദുബായിൽ നിന്ന് അയച്ചു തന്നതാണ്. അതായത് പുതിയൊരു IMA സ്റ്റഡി നടന്നു ഈ ഒരു 2026 ഓൾമോസ്റ്റ് ഒരു 1537 ഡോക്ടേഴ്സിനെ കൺട്രി വൈസ് എല്ലാ കൺട്രിയിലും സ്ട്രെസ് ലെവൽ, അവരുടെ ഡയബറ്റീസ്, അവരുടെ എക്സസൈസ്, അവരുടെ കൊളസ്ട്രോൾ ലെവല്, ഇതൊക്കെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് നമ്മുടെ ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് എൻ ഇന്ത്യൻ, അതായത് ഒരു മനുഷ്യൻ, ഇന്ത്യൻ മനുഷ്യൻ ജീവിക്കുന്നത് 73.6 ഇയേഴ്സ് ആണ് അവരുടെ സെൻസസ് പ്രകാരം. ഒരു മെയിൽ ഇന്ത്യൻ 73.6 ഇയേഴ്സ് ജീവിക്കും. അപ്പോൾ ആ ഡോക്ടറിന്റെ ലൈഫ് സ്പാൻ എത്രയാണ് എന്നുള്ളതായിരുന്നു സ്റ്റഡി. അത് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവരുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 58.1 ഇയർ, അതായത് ഓൾമോസ്റ്റ് 15 വർഷത്തോളം മുമ്പേ ഡോക്ടർമാർ മരിക്കുന്നു എന്നുള്ളതാണ് പുതിയ സ്റ്റഡി. അത് ഡോക്ടർ V അശോകൻ എന്നും പറഞ്ഞ IMAയുടെ പ്രസിഡന്റ് ആണ് റിലീസ് ചെയ്തത്. അതിലെ ലൈഫ് സ്പാൻ ഈ 58.1 ഇയേഴ്സിൽ ലൈഫ് സ്പാൻ ഉള്ള ഡോക്ടേഴ്സിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതിൽ തന്നെ 51.8% സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ആണ്, 32% ഹൈ ബ്ലഡ് പ്രഷർ, 21% ഡയബറ്റീസ്, 19% ഹൈ കൊളസ്ട്രോൾ, 16% ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി. ഇതാണ് ഏറ്റവും പുതിയ സെൻസസ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ കൂടുതലും ഇപ്പോൾ വെൽനസിലേക്കും കൂടുതൽ ക്ലിനിക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഇതിന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ഡോണ്ട് പ്രയോറിറ്റൈസ് ദെയർ ഓൺ ഹെൽത്ത്. അപ്പം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൈ സ്ട്രെസ്സും ഉണ്ടാകാം, പുവർ ഡയറ്റ് ആവാം, ലോങ് വർക്കിംഗ് അവേഴ്സ് ആണ്, പിന്നെ അതുപോലെ മൊബിലിറ്റി ഇല്ല, ലാക്ക് ഓഫ് എക്സസൈസ് ഇല്ല. ഈ 4 കാരണം കൊണ്ടാണ് കൂടുതലും ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിലേക്ക് പോയത് എന്നുള്ളതാണ് പുതിയ പഠനം തെളിയിക്കുന്നത്. ഞാൻ അതിന്റെ ന്യൂസ് പേപ്പറിന്റെ ക്ലിപ്പിംഗ് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോ നിങ്ങൾ ആദ്യം പ്രോഡക്റ്റ് കൊണ്ട് ചെല്ലേണ്ടത് ഡോക്ടേഴ്സിന്റെ അടുക്കലാണ് കേട്ടോ. തീർച്ചയായിട്ടും ഏറ്റവും നല്ല ടാർഗറ്റ് ഓഡിയൻസ് ആണ് നമുക്ക് അവര്. So let us come to the topic role of fats and fibers in gut and metabolic health. ഇതായിരുന്നു നമ്മുടെ ന്യൂട്രിഷോറിലെ പ്രസന്റേഷൻസിന്റെ ഒരു ചെറിയൊരു അബ്സ്ട്രാക്ട്. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൂടെ ഒരു 15 മിനിറ്റ്സ് ടൈമാണ് നമുക്ക് തന്നിരുന്നത്. അപ്പോൾ എന്താണ് ഫാറ്റ്സ് ആൻഡ് ഫൈബേഴ്സിനെ കുറിച്ചുള്ള ഒരു ജനറൽ അവയർനെസ്. ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഫാറ്റി ആസിഡ്സ് പല രീതിയിലുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനം വരുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് തന്നെയാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഉണ്ട്, പോളി അൺസാച്ചുറേറ്റഡും ഉണ്ട്. ഈ രണ്ട് ഫാറ്റി ആസിഡ്സും നമ്മുടെ കോശങ്ങളുടെ ലിപ്പിഡ് ലെയർ, അതായത് ഫോസ്ഫോ ലിപ്പിഡ് ലെയർ, സെൽ മെംബ്രെയിനിലെ കവർ ചെയ്യുന്ന ഒരു ആവരണം ഉണ്ടാക്കും.
എന്നിട്ട് അതിനെ സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അതിനകത്തുള്ള ടോക്സിൻസ് പുറത്തേക്ക് പോകുകയും വെളിയിൽ നിന്നുള്ള നല്ല ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ന്യൂട്രിയൻസ് അകത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെ സെല്ലുലാർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. അതാണ് മിസ്റ്റർ ഷാജി ഇപ്പൊ പറഞ്ഞത്. സെന്റ് ഓയിൽ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിന്റെ ഒരു ബെനിഫിഷ്യൽ. അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നുള്ള ഘടകം. ഇതിനകത്താണ് ആ കമ്പനിയുടെ ഇതെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് പ്ലേ ചെയ്യണോ വീഡിയോ? ഇസ് ഇറ്റ് നെസസറി ഓർ ഓക്കെ? വേണ്ട സാറ് കണ്ടിന്യൂ ചെയ്തോളൂ, കാര്യം സമയം വേണ്ടല്ലോ, ഓക്കെ, സമയമില്ല. അപ്പൊ നമുക്ക് ഫൈബറിനെ കുറിച്ച് പറയാം. എന്താണ് ഫൈബർ? ഡൈജസ്റ്റീവ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം ദ മൗത്ത്, അതായത് വായിൽ നിന്നും ഏനസിൽ വരെയുള്ള സ്ട്രക്ചറാണ്. അതിനകത്ത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്നതാണ് ആദ്യം വരുന്നത് സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് തന്നെയാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ ചെറിയ കുടൽ, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയും. ഫൈനലി ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇതിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ട്രില്യൻസ് ഓഫ് ബാക്ടീരിയ നമ്മുടെ വയറ്റിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അത് പകുതിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആക്റ്റീവും അല്ലെങ്കിൽ ഇനാക്റ്റീവും ആയിട്ടുള്ള സ്റ്റേജസിലായിരിക്കും ഇരിക്കുന്നത്. എപ്പോഴാണോ അതിന് കറക്റ്റ് ഫുഡ് കിട്ടുക അപ്പോൾ മാത്രമേ അത് ആക്റ്റീവായി തുടങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഡോർമൻ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ അത് ഇനാക്റ്റീവ്, അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് കുറഞ്ഞിരിക്കും. ഒന്നുകിൽ അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ ഒരു വയറ്റിലെ ബാക്ടീരിയകൾക്കുള്ള ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടക്കുന്നത് വയറിലെ എത്രത്തോളം ബാക്ടീരിയകൾ അത് എക്സ്ട്രാക്ട് ചെയ്യാമോ. ഇപ്പോൾ സ്റ്റൂൾ സ്റ്റഡി തന്നെ കണ്ടമാനം നടക്കുന്നുണ്ട്. അതായത് സ്വന്തമായിട്ടുള്ള ഒരു ശരീരത്തിൽ നിന്നും വരുന്ന സ്റ്റൂൾ എടുത്തിട്ട് അതിനകത്തുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വീണ്ടും ആ പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് തന്നെ ഇതിനെ തിരിച്ചു കയറ്റി വിടുകയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യുന്നത് അതിന്റെ കൗണ്ട് കൂട്ടാനും അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊടുത്തിട്ട് അതിന്റെ നമ്പർ ഓഫ് കൗണ്ട് കൂട്ടുക എന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ സ്റ്റഡിയുടെ മെയിൻ ടോപ്പിക്. അതുപോലെ ഓരോ ബാക്ടീരിയയും ബിഹേവ് ചെയ്യുന്നത് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പല ഓർഗാനിലും ഇത് അഫക്റ്റ് ചെയ്യും. വയറിൽ മാത്രമല്ല, നമ്മൾ വിചാരിക്കും നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസിഡിറ്റി, മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അസിഡിറ്റി, ഗ്യാസ്, പിന്നെ അങ്ങനത്തെ ചെറിയ അതിനെയൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. അത് രോഗങ്ങളല്ല, അതിനെ സിംറ്റംസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നത് കൂടുതലും ബാക്ടീരിയയുടെ മെറ്റബോളൈറ്റ്സ് ആണ്. അതായത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈ പ്രോഡക്ട്സിൽ നിന്ന് വരുന്ന എഫക്ട്സ് ആണ് അത് സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്. അത് രോഗമല്ല. ശരിക്കും രോഗമായിട്ട് വരുന്നത് വേറെ പല ഓർഗാനിലേക്കും ഇത് അഫക്റ്റ് ചെയ്യും. അത് ലങ്സിലായിരുന്നാലും ബ്രെയിനിലായിരുന്നാലും കിഡ്നിയിലായിരുന്നാലും ലിവറിലായിരുന്നാലും സ്കിന്നിലായിരുന്നാലും ഹെയറിലായിരുന്നാലും ഇതിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസും നമ്മുടെ ഓരോ ബോഡിയിലെയും ഓരോ ഓർഗാനിലെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ കൂടുതലും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതലും ഫുഡിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, സെക്കൻഡ് വരുന്നത് പ്രോട്ടീൻ ആയിരിക്കും, തേർഡ് വരുന്നത് മിനറൽസും അല്ലെങ്കിൽ ഫാറ്റ് മൂന്നാമത് വരാം. ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടലി നെഗ്ലക്റ്റഡ് ആണ്. കാരണം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യാനുമില്ല. അത് സാധാരണ ഫുഡിൽ നിന്നും ഫൈബേഴ്സ് കിട്ടും. നമ്മുടെ ഫുഡിൽ നിന്നുണ്ട്, വെജിറ്റേറിയൻ ഫുഡ്സിൽ നിന്നായിരിക്കും കൂടുതൽ ഫൈബേഴ്സ് കിട്ടുക. പക്ഷെ അതിന്റെ അളവ് എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കാം, ചിലപ്പോൾ കൂടിയിരിക്കാം. അത് മാത്രമല്ല, നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ വെജിറ്റബിൾസിനും ഓരോ കുക്കിംഗ് മെത്തേഡ്സിലും ഇതിന്റെ ഫൈബർ കണ്ടന്റിന്റെ വേരിയേഷൻസ് ഉണ്ടാവാം. ഒന്ന് ചിലപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ഫൈബേഴ്സിന്റെ കോമ്പിനേഷൻസിലോ നമുക്ക് ഈ ഫൈബറിന്റെ കണ്ടന്റ് കുറഞ്ഞിരിക്കാം. അപ്പോൾ ഫൈബർ ഇല്ലെങ്കിൽ ബാക്ടീരിയക്ക് വർക്ക് ചെയ്യാനുള്ള ഫുഡില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ, അതായത് മസിലിലുള്ള പ്രോട്ടീൻസിനെ അത് കൺസ്യൂം ചെയ്യും. കാരണം അതിന് ഫുഡ് വേണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മസിലിലെ മാസ് കുറയും.
അതിനെയാണ് സാർക്കോപീനിയ എന്ന് പറയുന്ന ഒരു രോഗം ചെറുതായിട്ട് തുടക്കം വരുന്നത്. അതുപോലെ തന്നെ ബോഡിയിലെ കംപ്ലീറ്റ്ലി പ്രോട്ടീനിൽ നിന്ന് അത് ഫുഡിന് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് പ്രോട്ടിയോലൈറ്റിക് ഫെർമെന്റേഷൻസ് എന്ന് പറയുന്നത്. ഇത് നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. ഈ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകാം. ചെറിയ ചെറിയ ഗ്യാസ് മുതൽ ഹൈപ്പർ അസിഡിറ്റി കൊണ്ട്, പിന്നെ അത് കൂടാണ്ട് പല ഓർഗാനിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ നല്ല ബാക്ടീരിയനെ ഫീഡ് ചെയ്യാം? അതിനുള്ള ഒരു ഏറ്റവും പറ്റിയ ഒരു ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാർച്ച് തന്നെയാണ്. അത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ബട്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഫൈബേഴ്സ് നമ്മൾ കഴിക്കുമ്പോൾ, സാധാരണ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഈസിലി ഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. ചോറ് അങ്ങനത്തെ ഭക്ഷണമൊക്കെ ശരിക്കും ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അതായത് ആദ്യം അതിന്റെ ഇനിഷ്യൽ ഡൈജഷൻ തന്നെ വയറിൽ നടക്കും, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കും. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റബിൾ ആവും. അതിനകത്ത് ഫൈബർ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല, നേരെ സ്റ്റൂൾ വഴി പുറത്തേക്ക് പോകും. ഈ ഡയറ്ററി ഫൈബേഴ്സ് കഴിക്കുമ്പോൾ ദേ ആർ റിച്ച്, അല്ലെങ്കിൽ ദേ ആർ റെസിസ്റ്റന്റ് ടു ഡൈജഷൻ. അതായത് വയറിലും ചെറുകുടലിലും ഡൈജഷൻ നടക്കില്ല. ഇറ്റ് വിൽ ബൈപ്പാസ്, ഈ രണ്ട് ഓർഗാനെയും ബൈപ്പാസ് ചെയ്ത് നേരെ പോകുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ്. അപ്പൊ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഈ പറയുന്ന ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് ഇതിനെ ഫെർമെന്റ് ചെയ്യും, അതായത് പുളിപ്പിക്കും. ഈ ഫൈബറിനെ പുളിപ്പിച്ചിട്ട് അതിനകത്തുനിന്ന് 3 മോളിക്യൂൾസ് ആണ് ജനറലി ഉണ്ടാകുന്നത്. അതായത് അസിറ്റേറ്റ്, പ്രൊപ്പിയോണൈറ്റ് ആൻഡ് ബ്യൂട്രേറ്റ് എന്ന് പറഞ്ഞ്. ഇതിൽ ബ്യൂട്രേറ്റ് എന്ന് പറയുന്ന മോളിക്യൂളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് ഇൻറ്റസ്റ്റൈനിൽ സെൽസിനെ പറയുന്നതാണ് കൊളനോസൈറ്റ്സ് എന്ന് പറയും. ഈ കൊളനോസൈറ്റ്സിനെ എല്ലാം ഇതിന് മെയിൻ എനർജി എന്ന് പറയുന്ന ഈ ഫൈബർ, ഈ ഡൈജസ്റ്റീവ് ഫൈബേഴ്സിൽ നിന്ന്, അതായത് റെസിസ്റ്റൻസ് സ്റ്റാർച്ചിൽ നിന്ന് വരുന്ന ഫൈബേഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഘടകത്തിനെയാണ്, അതാണ് അതിന്റെ എനർജി കൊടുക്കുന്നത്. ഈ എനർജി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗട്ട് പ്രൊട്ടക്റ്റഡ് ആവും. ഒരു ലെയറിന് പകരം ഒരു അഡീഷണൽ ലെയർ കൂടെ സിംഗിളി പ്രൊട്ടക്റ്റഡ് ആവും. അത് കൂടാണ്ട് തന്നെ ഈ ബ്യൂട്രേറ്റ് നമ്മുടെ വേറൊരു തരം സെൽസ് ഉണ്ട്, അതായത് ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയും. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മ്യൂക്കസ് ലെയർ കൂട്ടും. അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലീക്കി ഗട്ട് എന്നുള്ള സ്റ്റേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ലീക്കി ഗട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വയറ്റിനകത്ത് ഓരോ സ്ഥലത്തും ലീക്സ് ഉണ്ടാവും. അതായത് നമ്മുടെ സെൽസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് വർദ്ധിക്കുകയും അതിൽ കൂടെ ടോക്സിൻസ് പുറത്തേക്ക് ചെന്ന് നമ്മുടെ ബ്ലഡിലേക്ക് വരും. അതിനെയാണ് ടോക്സീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ഓരോരോ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അത് ശരിക്കും ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, അത് അനലൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട അപ്പോഴത്തെ ഒരു ടെമ്പററി റിലീഫിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കും. അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ബട്ട് ഇറ്റ് ഡസൻറ്റ് സ്റ്റോപ്പ് എൻറ്റയർലി. ആ റൂട്ട് കോസ് സ്റ്റിൽ ദെയർ. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിനകത്തുള്ള ബാക്ടീരിയനെ നമുക്ക് എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ഒരു യജ്ഞം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഈ ഡയറ്ററി ഫൈബർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്നതാണ് ഈ ഇൻറ്റസ്റ്റൈനും ഈ ഒരു ഫ്ലോ വരുന്നത്. അതായത് ഫൈബർ വരുന്നു, ഫൈബർ നേരെ ബൈപ്പാസ് ചെയ്ത് വൻകുടലിലേക്ക് വരുന്നുണ്ട്. വൻകുടലിൽ ചെന്നിട്ട് ബാക്ടീരിയാസും ഫെർമെന്റ് ചെയ്യും. ഫെർമെന്റ് ചെയ്തിട്ട് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്രേറ്റ്, പ്രൊപ്പിയോണേറ്റ് ആൻഡ് അസിറ്റേറ്റ് എന്ന് പറഞ്ഞ 3 മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് 3ഉം ഓരോരോ സ്റ്റേജസിൽ നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കും. അതുകൂടാണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 3 മോളിക്യൂൾസും, അതായത് ബ്യൂട്രേറ്റും, ഇതെല്ലാം നമ്മുടെ ഇൻറ്റസ്റ്റൈനും ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. കണക്ട് ചെയ്യുന്നേക്കുന്ന 3 പാത്വേ വഴിയാണ്. ഒരു പാത്വേ എന്ന് പറയുന്നത് ന്യൂറൽ പാത്വേ എന്ന് പറയും. അതായത് ഞരമ്പുകളെ അത് ഉത്തേജിപ്പിച്ച് നരമ്പ് വഴി ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യും. അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഡിസ്ബയോസിസ് എന്നുള്ള കണ്ടീഷൻസ്, അതായത് ലീക്കി ഗട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ
ഈ ഒരു സ്റ്റേജസിൽ ഫൈബർ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് സ്റ്റിമുലേറ്റ് ചെയ്ത് നേരെ ബ്രെയിനിലേക്ക് അയക്കും ഈ മെസ്സേജസ്. ബ്രെയിനിൽ നിന്ന് തിരിച്ച് കണക്ഷൻസ് വരും, ഹോർമോൺസും അതിനുള്ള എൻസൈംസും ഒക്കെ റിലീസ് ചെയ്ത് ആ ഒരു ലീക്കി ഗട്ട് സ്റ്റേജസ് റിപ്പയർ ചെയ്യും. അത് കൂടാണ്ട് തന്നെ ഇതിനകത്തേക്ക് ഇമ്മ്യൂൺ പാത്വേസ് ഉണ്ട്, പിന്നെ കെമിക്കൽ പാത്വേസും ഉണ്ട്. ഈ 3 പാത്വേയും ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഗട്ടും ബ്രെയിനും തമ്മിൽ, അതുകൊണ്ടാണ് ഇതിനെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 90% ഓഫ് ദി സെറട്ടോണിൻ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. നമ്മുടെ മൂഡും നമ്മുടെ കൊഗ്നീഷൻ, അതായത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തും മെന്റൽ ഹെൽത്ത് എല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് സെറട്ടോണിൻ. ഈ സെറട്ടോണിന്റെ 90% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ബൈ ദ ബാക്ടീരിയ. അതുകൊണ്ടാണ് നമുക്ക് ബാക്ടീരിയക്ക് നല്ല ഫുഡ് കൊടുക്കണം. നല്ല ഫുഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഫൈബറാണ്, വേറെ ഒരു ഇതുമല്ല. സ്റ്റാർച്ച് വേണം, പ്രോട്ടീൻ വേണം. ബട്ട് എമംഗ് ദ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതിനെല്ലാം ഫാറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഫാറ്റിൻ്റെയും അതുകൂടാണ്ട് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ പ്രോട്ടീന്റെ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ പ്രോട്ടീന്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു ഫൈബേഴ്സ് സഹായിക്കും. അതായത് പ്രോട്ടീൻ പ്ലസ് ഫൈബർ, ഈ 2 കോമ്പിനേഷനും ചെയ്യുമ്പോൾ അത് വളരെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നവരും ജിമ്മിൽ ചെയ്യുന്നവർക്കും ഒക്കെ പ്രോട്ടീൻ, അവർ കണ്ടമാനം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുമ്പോൾ അത് ഫൈബർ ഇല്ലാതെ പ്രോട്ടീൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫൈബർ ശരിക്കും പ്രോട്ടീൻ നന്നായിട്ട് അബ്സോർബ് ചെയ്യില്ല. അതുകൂടാണ്ട് സെക്കൻഡ് ഓർഗാൻ, നമ്മളിപ്പോൾ 2 ഓർഗാൻ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, ബ്രെയിനും സ്കിന്നും. സ്കിന്നിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, അതായത് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിന്റെ ബാരിയർ ക്രോസ് ചെയ്തിട്ട് ഈ പറയുന്ന ബ്യൂട്രേറ്റ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റെഡ്നെസ്, ആക്നെ, എക്സീമിയ, ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇതെല്ലാം ഓരോ മോളിക്യൂൾസും ഓരോ കെമിക്കൽസും ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. ബാക്ടീരിയ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിൽ പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. സ്കിന്ന് മാത്രമല്ല, ഹെയറിന്റെ ഫങ്ഷൻസും കൂടും, ഹെയർ ഗ്രോത്ത് കൂടും, എല്ലാം കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഫൈബർ എന്ന് പറയുന്ന ഒരു എലമെന്റ് വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് മാത്രമല്ല, നമ്മളുടെ ഉള്ളിൽ വളരുന്ന ഇത്രയും ബാക്ടീരിയക്ക് നമ്മളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ സഹായിക്കാനായിട്ട് ഒരു സ്കിൻ ഗട്ട് ഹെൽത്ത് ടെസ്റ്റ് കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പറയാം. ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു എക്സലന്റ് ഒരു പ്രോഡക്റ്റ് ആണ് സിനോബയോട്ടിക് എന്ന് പറഞ്ഞത്. സിനോബയോട്ടിക് ഒരു 8 പ്ലാന്റ് സോഴ്സിൽ നിന്നാണ് എടുക്കുന്നത്. അതിനകത്ത് കോൺ സ്റ്റാർച്ച് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ ഗ്രീൻ ബനാന ഉണ്ട്, ഫ്രക്ടോ ഒലിഗോസാക്രൈഡ്സ് ഉണ്ട്, ഇനുലിൻ, അങ്ങനത്തെ ഒരു സീലിയം ഹസ്ക്, അങ്ങനെ ഒരു 8 ഡിഫറെന്റ് പ്ലാന്റ് സോഴ്സിൽ നിന്നാണ് ഈ ഒരു സിനോബയോട്ടിക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 8 പ്ലാന്റ് സോഴ്സസ് യൂസ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്നത്, നമ്മൾ കൂടുതലും ബുഫേ കഴിക്കും. ബുഫേയിൽ പല സോഴ്സസും വി ക്യാൻ സെലക്ട് ദ ഇൻഗ്രീഡിയൻസ്. അതുപോലെ തന്നെയാണ് ബാക്ടീരിയ 1ഉം 2ഉം അല്ല, ലക്ഷക്കണക്കിന് ബാക്ടീരിയ പല വേരിയന്റിൽ പല ഇത് വരും. അവർക്കെല്ലാം ഒരു ഫുഡല്ല വേണ്ടത്. അതായത് നമ്മൾ കഴിക്കുന്ന ചോറോ ദോശയോ സാമ്പാറോ ഇതല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് നല്ലൊരു ബുഫയാണ്. നല്ലൊരു ബുഫേ കൊടുക്കുകയാണെങ്കിൽ ദേ വിൽ ഫീഡ് ഓൾ ദിസ് മൾട്ടിപ്പിൾ ബാക്ടീരിയ വന്ന് ഇതെല്ലാം ഓരോന്നും കൺസ്യൂം ചെയ്യുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് പെട്ടെന്ന് നമ്മൾ വളരെ ഹൈ ഷുഗറുള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ ഈ എന്താ പറയുക, ഷുഗർ സ്പൈക്ക് ചെയ്യും. ഷുഗർ വളരെ ഹൈ ആയിട്ട് എലിവേറ്റ് ചെയ്യും. ഈ എലിവേഷനെ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ഡയറ്ററി ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതുകൂടാണ്ട് തന്നെ അതിനകത്തുള്ള ഓട്സിന്റെ ഫൈബേഴ്സ് ഉണ്ട്. ഈ ഓട്സിന്റെ ഫൈബേഴ്സ് ഈ സ്റ്റൂളുമായിട്ട്
ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു ബവൽ മൂവ്മെന്റ്, അതായത് രാവിലെ നന്നായിട്ട് കക്കൂസിൽ പോകാൻ സഹായിക്കുന്ന നല്ലൊരു ബവൽ മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ സിനോബയോട്ടിക് എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ഒരു അഡിറ്റീവ്സോ കളറിങ്സോ ഒന്നുമില്ല. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു 2 സ്കൂപ്പ് ആണ് റെക്കമെൻഡഡ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്കൂപ്പ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഹാഫ് സ്കൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പലർക്കും ഇനിഷ്യലി ഒരു ബ്ലോട്ടിങ്ങോ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസസോ ഉണ്ടാവുമെങ്കിലും യു ക്യാൻ സ്റ്റാർട്ട്, അല്ലെങ്കിൽ യു ക്യാൻ മിക്സ് വിത്ത് എനി അതർ ഇൻഗ്രീഡിയൻറ്റ്, അല്ലെങ്കിൽ സൂപ്പോ സാലഡ്സോ, സാലഡ്സ് അല്ല, സൂപ്പിന്റെ ഒപ്പമോ ജ്യൂസിന്റെ സ്മൂത്തീസോ ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് ചെറുതായിട്ട് ആഡ് ചെയ്ത് വളരെ വളരെ ചെറിയ പോർഷൻസിൽ ആഡ് ചെയ്തിട്ട് ഓവർ ദ ടൈം നമുക്കൊരു 2 സ്കൂപ്സിലേക്ക് റെക്കമെൻഡ് ചെയ്യും. 2 സ്കൂപ്സ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണ് അതിന്റെ കോൺസെൻട്രേഷൻസ്. അതായത് ഒരു അഡൽട്ടിന് വേണ്ടത് 25 തൊട്ട് 35 ഗ്രാം വരെ ഒരാൾക്ക് ഫൈബർ വേണം കറക്റ്റ് ഫങ്ഷനിങ് ചെയ്യണമെങ്കിൽ. അതിനകത്ത് പകുതി സിനോബയോട്ടിക് വിൽ ഗീവ്, പകുതി നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ നല്ല ഫുഡ് കണ്ടെത്തി അതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അത് വേറെ ഒരു ഇന്ത്യയിൽ ഇപ്പം ഇറങ്ങുന്ന ഒരൊറ്റ പ്രോഡക്റ്റിൽ പോലും ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. സോലിബിൾ ഫൈബേഴ്സ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ബ്ലെൻഡ്. അതിന്റെ ഫോർമുലേഷൻസും അതിന്റെ ഇതെല്ലാം വളരെ സീക്രട്ട് ആണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയല്ല, ഇനുലിനും സീലിയം ഹസ്ക്, ഫ്രക്ടോളിഗോ സാക്രേറ്റ്സ്, ഗോർഗം, ഇതെല്ലാം പല പ്രോഡക്റ്റുകളിലും ഉണ്ട്. ബട്ട് ഈ ഒരു റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ബ്ലെൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമുലേഷൻസ് ഈ ഒരു പ്രോഡക്റ്റിൽ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഈസ് ഹൈലി എഫിഷ്യൻറ്റ് ടു ബ്രിങ് ഔട്ട് ദ മോർ ഡിസീസസ് ടു എ നോർമൽ ലെവൽ. അപ്പോൾ ഇത് നമ്മളൊരു 2-4 ആഴ്ച കഴിക്കുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ചിരിക്കാം, അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മുടെ ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. 25 തൊട്ട് 38 ഗ്രാം വരെ നമുക്ക് ഡെയിലി റിക്വയർമെന്റ് കിട്ടും. 2 തൊട്ട് 4 ആഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫൈബർ നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു ഹാഫ് സ്കൂപ്പ് ഇടാം. സാമ്പാർ ഇടുകയാണെങ്കിൽ സാമ്പാറിന്റെ ഫൈനൽ പ്രിപ്പറേഷൻസിൽ നിങ്ങൾ അധികം ഹീറ്റ് ചെയ്യാതെ ഒരു ഹാഫ് സ്പൂൺ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഫൈബർ, എക്സ്ട്രാ ഫൈബർ ആണ്. അല്ലെങ്കിൽ സൂപ്പ്, അല്ലെങ്കിൽ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പോ അങ്ങനത്തെ എന്തെങ്കിലും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു ഹാഫ് സ്പൂണോ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്കൂപ്പ് ആണെങ്കിൽ ഒരു 2 പേർക്ക് സെർവ് ചെയ്യാം. അതെല്ലാം ഒരു എൻറിച്ച്മെന്റ് ആണ്, ഫൈബർ എൻറിച്ച്മെന്റ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് പ്രിപ്പറേഷൻസ് ഫോർ ഫൈബറിനെ കുറിച്ച് കൂടുതൽ പറയാൻ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ടൈം ആയോ? Yes, doctor. Yes. Thank you so much. വെൽക്കം. Okay. ഐ തിങ്ക് 9:45 ആയി അല്ലേ? അതെ. അതെ. എന്തായാലും കൂടിപ്പോയോ? ഏതാ? കൂടിപ്പോയോ? ഇല്ല. വളരെ നല്ല ഇൻഫർമേറ്റീവ് ആയി. അതെ. ഒരുപാട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ ആൾക്കാർക്ക് കോൺഫിഡൻസ്, അതായത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഇതാണ്, ഹെൽത്തിന് ഓരോരുത്തര് അവരവര് തന്നെ സംരക്ഷിക്കുക. അല്ല, ഇതിനോട് ഒന്നുകൂടെ ആഡ് ചെയ്തോട്ടെ. ഇതിനെ ഒരു മരുന്നായിട്ട് കാണരുത് ഫൈബറിനെ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ഡയറ്റ്. അതെ. ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത് ഡയറ്റിന്റെ ഒരു പോർഷൻ മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ. തീർച്ചയായിട്ടും. അതെ. എനിവേ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച് for all the information and invaluable session. അപ്പൊ സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അതിനു മുമ്പ് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് മരുന്ന് കഴിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ ന്യൂട്രീഷണൽ റേഷ്യോ എന്താണ്, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് എന്താണ്. ഇത് രണ്ടുമാണ് നമ്മുടെ ശരീരത്തെ മൊത്തത്തില് പ്രവർത്തിപ്പിക്കുന്നത്. അതായത് സെല്ലുലാർ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത്. ഇപ്പോ ഇത് നമുക്ക് എത്രയാണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. നമ്മുടെ സെല്ലുലാർ ഹെൽത്ത് അറിയുക, ഈ ഗട്ട് ഹെൽത്തും നമുക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാം. ഇത് നമ്മൾ അറിയുക എന്നുള്ളതാണ്. ഇത് അറിയില്ല എങ്കിൽ
നമ്മളൊരു ഹെഡ്ലൈറ്റ് ഇല്ലാതെ രാത്രിയിൽ വളവും തിരിവൊക്കെയുള്ള ഒരു റോഡിലൂടെ അതിവേഗത്തിൽ വണ്ടി ഓടിക്കുന്നതിന് തുല്യമാണ്. അപകടമൊന്നും ചിലപ്പോൾ സംഭവിക്കില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ലായിരിക്കാം, പക്ഷെ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഈ ഗട്ട് ഹെൽത്ത് ടെസ്റ്റ്, ഈ ബാലൻസ് ടെസ്റ്റ്, ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്നത് പോലെ നമുക്ക് വെളിച്ചം തരും, മാർഗനിർദ്ദേശം നൽകും, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്, തീരുമാനം നിങ്ങളുടേതാണ്. എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇന്ന് സമയം ഡിലേ ആയതുകൊണ്ട് നമ്മളൊരു Q&A സെഷനിലേക്ക് കടക്കുന്നില്ല. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ഡോക്ടർക്കും അതോടൊപ്പം എല്ലാ ലീഡേഴ്സിനും മെമ്പേഴ്സിനും അതിഥികൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. നെക്സ്റ്റ് വീക്ക് ഇരുട്ടിൽ നിന്ന് സെയിം ടൈം. വെളിച്ചത്തിലേക്ക്. താങ്ക് യു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. താങ്ക് യു. ബെസ്റ്റ് ക്യാപ്ഷൻ. താങ്ക് യു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു. Good night. താങ്ക് യു മണിരത്തൻ ജി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഷായ് സർ.